ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബട്ടർഫ്ലൈസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമുക്കിന്ന് വലിയ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. കാര്യം നല്ല വിശപ്പാണ് കേട്ടോ. പല്ല് വെച്ചിട്ട് നമ്മൾ വന്ന് ഫുഡ് കഴിക്കുകയാണ്. ദോശയും നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് വന്ന് കമൻറ്റ് ഇടുക. ഞാൻ വാങ്ങിച്ചത് കുർത്തയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ച കുർത്തയാണ്. കണ്ടില്ലേ, അവൾ റോസ് കളറും ഞാൻ ബ്ലാക്ക് കളറുമാണ് വാങ്ങിച്ചത്. അതിന് ആവശ്യപ്പെട്ടുള്ള മാലയൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പെരുന്നാളായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഫോൺ സ്റ്റാൻഡിലൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു. നമ്മൾ റോഡിൽ പോയി റീലൊക്കെ എടുത്തു. അതൊക്കെ നമ്മൾ വഴിയേ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഉച്ചയിലത്തെ വിഭവമായ കറികളൊക്കെ കാണാം. ചോറുണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചപ്പുളി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. പിന്നെ ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു. ക്യാബേജാണോ തോന്നുന്നു, ക്യാബേജാണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ വിപുലമായി കഴിച്ചതിന് ശേഷം ഞാനൊരു കൗണ്ടർ പറഞ്ഞപ്പോൾ ആളി ചിരിച്ചതാണ്. പിന്നെ നമ്മളെ പൂച്ചയ്ക്ക് ഇന്ന് പെരുന്നാളാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളിട്ട മെഹന്തി കാണിക്കാമെന്ന് കേട്ടോ. ആദ്യമേ തന്നെ എൻ്റെ സിസ്റ്റർ ഇട്ട മൈലാഞ്ചിയാണ്, അവൾ തന്നെ ഇട്ടയാണ്. ഇത് ഞാൻ വരച്ചതല്ല, ഇതെനിക്ക് രണ്ടും അവൾ വരച്ച തന്നെയാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പം ഇതാ കാർമേഘം കണ്ടില്ലേ, കറുത്ത് വരുന്നോ ഡൗട്ട് കേട്ടോ. ഇനി നമ്മളെ ചതിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് ബീച്ചിലൊക്കെ പോകാനുള്ളതാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്താറൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് കുറേ എല്ലാം ഒരു അമ്പലമുണ്ട്. കക്കുളത്തപ്പനാണ് കേട്ടോ. അപ്പം വലിയൊരു അമ്പലമാണ്, നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത അമ്പലത്തിൻ്റെ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിക്കാൻ ഓടിച്ചാടി കയറി ഹലോ ഡേ എന്നൊക്കെ വിളിച്ച് നമ്മൾ ഉണർത്തി എല്ലാവരെയും. അങ്ങനെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. നമ്മളെ കസിൻസായിട്ട് ഒരാളെ വന്നിട്ടുള്ളൂ, പിന്നെ കുറച്ച് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉപ്പട ഒട്ടും എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, മഴ പെയ്യുന്നതിന് മുമ്പേ നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് പോകുന്ന എവിടെയല്ല, താനീയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പുഴയ്ക്കൽ ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ പൊന്നു, അവിടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മെഡിസിറ്റിയുടെ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര വേസ്റ്റും ഈ ചിക്കൻ്റെ വേസ്റ്റൊക്കെയാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലായിരുന്നു, ഒന്നും പറയാനില്ല. ആ ഭാഗത്ത് നല്ല ദുർഗന്ധം ഉണ്ടായിരുന്നു. കണ്ടില്ല, ഇത് ആയുർവേദത്തിൻ്റെ ആണ് കേട്ടോ. അതിന് ശേഷം ഇവിടെ അപ്പുറത്ത് കായലുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നമ്മുടെ പുഴയ്ക്കൽ ബീച്ച് എത്താറായിട്ടുണ്ട്. ഇവിടെ മൊത്തം തെങ്ങാണ് കേട്ടോ. കുറേ പേരുണ്ട്. പെരുന്നാളുണ്ട്, വലിയ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, അടിപൊളി നല്ല വൈബായിരുന്നു. നമ്മൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ പുഴയ്ക്കൽ ബീച്ചിലോട്ട് എത്താൻ. കണ്ടില്ലേ, തീരെയൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ കൊല്ലം ബീച്ചിലോട്ട് ആരെയും അടുപ്പിക്കുന്നില്ലെന്ന് കേട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ചെറിയ പെരുന്നാളിനും നമ്മളിവിടെ ആയിരുന്നു, പിന്നെ വലിയ പെരുന്നാളിനും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓട്ടോ ഒരു സൈഡിൽ പാർക്കൊക്കെ ചെയ്തു. ഞാനും ഉമ്മായും എൻ്റെ ഇത്തായും പാപ്പായോ അലിയും കൂടെ അങ്ങോട്ട് നടക്കുവാണ്. ഈ പാറപ്പുറത്ത് നടക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്, പക്ഷേ വീഴത്തില്ല. വീഴുമെങ്കിൽ നമ്മൾ തന്നെ എണീറ്റ് അവിടെ നിൽക്കണം. കണ്ടില്ലേ ഈ കടലൊക്കെ, അതായത് നമ്മൾ ഇത് കണ്ടോ, അടിച്ചൊക്കെ വീശുവാണ്. അതിനുശേഷം അവിടെ നിന്ന് ഒരുങ്ങുന്ന ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ കണ്ടില്ലേ, പാപ്പയുമ്മയും ഞങ്ങളെല്ലാവരും അവിടെ തന്നെ നോക്കിക്കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. അവിടെ നിന്ന് വരാനേ തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പാറപ്പുറത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറേ റീലെടുത്തു. ഇവിടെ വന്നാൽ ആസ്വദിക്കലല്ല, റീലെടുക്കലാണ് കേട്ടോ പരിപാടി. റീലെടുക്കലും എല്ലാം ആണ് കേട്ടോ പരിപാടി. അതിന് ശേഷമുള്ള പരിപാടികളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. എൻ്റെ പൊന്നോ, നല്ല കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ കറണ്ട് പോവുകയാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഇവിടെ വന്ന് ഇരുന്നാൽ മതി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കട്ടിയിരിപ്പുണ്ടായിരുന്നു, അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പാനിപൂരി, അന്ന് ആ ഒരു ആചാരം നമ്മൾ തെറ്റിക്കരുത്. അങ്ങനെ എൻ്റെ ചേട്ടത്തി പാനിപൂരി കഴിക്കുന്നതായിരുന്നു. എൻ്റെ പൊന്നും, അവളൊരു കിടു സാധനമൊന്നും. ഞാൻ ട്രൈ ചെയ്തപ്പോൾ നമ്മൾ കൊല്ലത്തിൻ്റെ അത്രയും വരത്തില്ല, എനിക്ക് കൊള്ളാം കഴിക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിന് ശേഷം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങളെ പെരുന്നാൾ എങ്ങനെ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു. മറ്റൊരു വീഡിയോയിൽ കാണാം.